ഹായ് ഫ്രണ്ട്സ്, സുലൈമാനി ഹബിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെറിയൊരു അൺബോക്സിംഗ് കാണാം. അതായത് നമ്മുടെ മൊബൈൽ ഹോൾഡർ അല്ലേ, കാറുകളിൽ വെക്കുന്ന ഹോൾഡർ അല്ല, നമ്മുടെ 2 വീലറുകളിൽ വെക്കുന്ന ഹോൾഡർ. അപ്പൊ ഞാൻ എന്റെ വണ്ടി മേടിച്ചപ്പോൾ അതിലൊരു ഹോൾഡർ വെക്കണം എന്ന് തോന്നി. അപ്പൊ നിയമമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഹെൽമെറ്റിന്റെ കേസാണെങ്കിലും എല്ലാ കേസാണെങ്കിലും. അപ്പൊ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തു ഒരു മൊബൈൽ ഹോൾഡർ. അപ്പൊ അതിന്റെ വന്നപ്പോ ഒന്ന് അൺബോക്സ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ നമുക്ക് നോക്കാം. ആക്ച്വലി ഞാനിത് മേടിച്ചത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പീഡ് ഡെലിവറി ആയിരുന്നു. എനിക്ക് പ്രൈം ഇല്ല, 999 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കിട്ടും ആമസോണിൽ. ഓക്കെ, അപ്പോൾ പ്രൈം ഇല്ല, അപ്പോൾ ഞാൻ സെപ്പറേറ്റ് പൈസ ഇടാത്ത സ്പീഡ് ഡെലിവറി ആക്കി 2 ദിവസം കൊണ്ട് എനിക്ക് എത്തി. ഇതാണ് അതിൻ്റെ കാറ്റലോഗ് കാര്യങ്ങൾ. ജസ്റ്റ് ഗൈഡാണ് അത് കാണിക്കുന്നത്. ഗൈഡിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ചാർജബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തു, കാരണം അത് വേണ്ടാന്ന് വെച്ചു. വണ്ടിയുടെ ഈ വാറണ്ടിക്കൊക്കെ ഇനി പ്രോബ്ലം ആവണ്ടെന്ന് വെച്ചു. ഇത് സാധാ മൊബൈൽ ഹോൾഡറാണ്. ജസ്റ്റ് അതിൻ്റെ സൈഡ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, പിടിപ്പിക്കേണ്ടതെന്നൊക്കെയാണ് ജസ്റ്റ് അതിൻ്റെ എഴുതിയേക്കുന്നത് ഡീറ്റെയിൽ. ഫോൺ വയ്ക്കാനുള്ള ഹോൾഡർ എങ്ങനെ വൈഡ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള റൊട്ടേറ്റ് ചെയ്യേണ്ട ക്യാപ്പിൻ്റെ ഡീറ്റെയിലാണ് അത്. പുറത്തേക്ക് എടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പാക്കിങ് കുഴപ്പമൊന്നുമില്ല, വളരെ നല്ല പാക്കിംഗ് ആണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ എല്ലാം ഞാൻ ലിങ്കായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കാം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ വെച്ചിട്ടുള്ള ഒരു കാണിച്ചു തരാം. വെച്ചിട്ട് ഞാൻ വണ്ടിയിൽ പോകുന്നത് കാണിച്ചു തരാം. വെക്കാനായിട്ടുണ്ടോ അവിടെ നമുക്ക് കൈയോടെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലെങ്ത്ത് സൈസൊക്കെ അഡ്ജസ്റ്റ് ആവും. നമ്മളതിപ്പോൾ സെറ്റ് ചെയ്യാണ്. ഇതിപ്പോൾ കൂടുതലായിട്ട് സെറ്റ് ചെയ്യാനായിട്ടൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഇതിപ്പോൾ എല്ലാവർക്കും കണ്ടു കഴിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. കാരണം കണ്ടോ, ഒരു ക്ലാമ്പ്, ജസ്റ്റ് ഒരു സ്ക്രൂ ഉണ്ടോ കയ്യിൽ, അത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്നിലേക്ക് ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൾറെഡി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ അങ്ങനെ ജർക്കിംഗ് ഒന്നും എനിക്ക് വരുന്നില്ല കേട്ടോ. ഞാൻ ആ ബാക്കിൽ നിന്ന് അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിങ്ങനെ വൈഡ് ചെയ്യാൻ പറ്റുക. ഫോണിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട്. ഇപ്പം എൻ്റെ ഫോൺ 6 സൈസ് ഉണ്ട്, എന്നിട്ട് പോലും എനിക്ക് ഫോൺ വയ്ക്കുമ്പോൾ യാതൊരു പ്രോബ്ലം ഇല്ല. ഞാൻ വണ്ടിയിൽ ഓടിക്കുമ്പോൾ വേണ്ട, എനിക്ക് എസ്പെഷ്യലി ബുള്ളറ്റായിട്ട് പോലും ആ ഒരു വൈബ്രേഷൻ നമുക്ക് അതിൽ ഫീൽ ചെയ്യണില്ല. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഫോൺ വെച്ച് കാണിച്ചു തരാത്ത ആക്ച്വലി എൻ്റെ ഹെൽമെറ്റ് ഇതിൻ്റെ ഒപ്പം കിട്ടിയ ഹെൽമെറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മറ്റേ പ്രോ ക്യാമിൻ്റെ മൗണ്ട് ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ ഫോണിൽ തന്നെയാണ് എടുക്കുന്നത്. കാരണം ഫോൺ വയ്ക്കാണ്ടിരുന്നത് അതിൽ കേട്ടോ. നമുക്ക് ഒരു ഷെയ്ക്ക് വരുന്നില്ല. പിന്നെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് വണ്ടി ഓടിക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അത് എടുക്കുമ്പോഴും വണ്ടി നിർത്തിയിട്ട് എടുക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. വണ്ടി ഓടുന്നതുകൊണ്ട് ഇടയിൽ നമ്മൾ എടുക്കലും വെക്കലും കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മുൻകൂട്ടി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ സാധനം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, കള്ളന്മാരെ ശല്യം വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഏത് വണ്ടി ആയിക്കോട്ടെ, ഇപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ അടിയിൽ വണ്ടി വെച്ചിട്ട് ഒരു നിസ്സാര കാര്യമാണ് പോയത്. വണ്ടിയുടെ കേബിളും വിടുന്ന സ്ട്രിപ്പില്ലേ, അത് ആരടിച്ചു മാറ്റി കൊണ്ടുപോയി. സംഭവം നിസ്സാര കാര്യമുള്ളൂ, പക്ഷേ ബാറ്ററി അങ്ങനെ പോകും. അപ്പോൾ ഇതും അടിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ പറയണമെന്നുള്ളൂ. സിമ്പിൾ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശ്രദ്ധിക്കുക, ഇന്നത്തെ കാലമാണ്. ഓക്കെ, ആക്ച്വലി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വന്നതാണ്. അപ്പോൾ തന്നെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേച്ചി വന്നു. ആൾ വന്നിട്ട് പാർക്കിംഗ് ഫീ എനിവേ ഞാനിതിൻ്റെ
ലിങ്ക് ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് വായിക്കാം.